ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാമി ലഷ് ടൈം. നമുക്ക് ഇന്നൊരു സ്വീറ്റ് ഡിഷ് ആയാലോ? മാംഗോ പനാക്കോട്ട എന്ന് പറയുന്ന വളരെയധികം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെയധികം ടേസ്റ്റിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റും സ്ട്രക്ചറും ഒക്കെയാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത സേലം മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ ഏത് മാമ്പഴം വേണമെങ്കിലും നമുക്കെടുക്കാം. ഇത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക. ഇത് നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വെള്ളം ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് നല്ല പ്യൂരിയാക്കി എടുത്തുകൊണ്ട് വരിക. ഇതിലേക്ക് ഞാൻ മധുരത്തിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല പഴുത്ത മാങ്ങയുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് ചേർത്തന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മാംഗോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. നല്ല കുറുകി വരുന്ന ടൈം വരെ നമ്മളിത് നന്നായിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനും. ഈ സമയം ഞാനിവിടെ ചേർക്കുന്നത് ചൈന ഗ്രാസ് അഥവാ അഗർ-അഗറാണ്. ഇത് 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൽ നിന്നും 5 ഗ്രാം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതൊരു 10 മിനിറ്റ് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇത് കുതുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതിനി നമ്മൾ ഒരു 5 മിനിറ്റ് ഗ്യാസിൽ മീഡിയം തീയിൽ വെച്ച് നന്നായി തിക്കാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ മാംഗോ പ്യൂരിക്കകത്തോട്ട് അതിൻ്റെ പകുതി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി നമുക്ക് ആവശ്യമുണ്ട്, അത് മാറ്റി വയ്ക്കണം. മൊത്തത്തിൽ 5 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾ ഈ മാംഗോയുടെ പ്യൂരിയിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ പെട്ടെന്ന് തിക്കാവും, കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് മധുരത്തിന് 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്താലും മതി. ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ട് അടിക്ക് പിടിക്കാതെ മീഡിയം തീയിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാൽ ഇങ്ങനെ തിളച്ച് ചെറിയ തിള വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൈന ഗ്രാസ് ഉണ്ടല്ലോ, ബാക്കി പകുതി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി പാൽ ഒരു കുറുകി പരുവാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. നമുക്ക് തട്ട് ഡയറക്റ്റ് അല്ലാതെ ഒഴിക്കാം. ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമ്മുടെ ഗ്ലാസ് ബൗൾ ചരിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് ചരിച്ച് നമുക്ക് എടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാംഗോ പ്യൂരി അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ലെയറായിട്ട് നമുക്ക് ഇരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. 2 കപ്പിലും ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് ബൗളിലും പിന്നെ വേറെ സാധാരണ ബൗളിലും റെഡിയാക്കുന്നുണ്ട്. നമുക്കിത് ആവശ്യത്തിന് നല്ല ഒരു 3-4 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള പ്യൂരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് നമ്മുടെ ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെക്കുക. ഒരു മണിക്കൂർ വെച്ചാൽ മതി. കാര്യം നമ്മൾ ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു തണുത്ത് നല്ല ഇതായിട്ടിരിക്കും. ഇതിങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് 1 മണിക്കൂർ തണുപ്പിക്കാൻ വെക്കുക. ഇപ്പോൾ നമ്മുടെ മാംഗോയുടെ പ്യൂരി സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുണ്ട് പാലിപ്പോൾ ഒരു നല്ലൊരു തിക്നെസ് വന്നാണ്ടോ. ഇതിൽ 2 ഒഴിച്ചതിന് ശേഷം ഇതും നമ്മൾ വീണ്ടും 1 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വയ്ക്കുക. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, താഴെ വയ്ക്കുക. അതിന് ഇതും നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് മാംഗോയുടെ പീസസും ചെറിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും സ്ട്രക്ചറിലും നമുക്കിത് കിട്ടും. വളരെയധികം എളുപ്പമാണ് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നോക്കിയാൽ എൻ്റെ നല്ല ജെല്ലി ടൈപ്പിലാണ്. വളരെയധികം കാണുന്ന മാതിരി നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.